അസ്സലാമു അലൈക്കും. ബഹുമാനികളെ, മനുഷ്യരാകുന്ന നമ്മുടെ ജീവിതം വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. എന്തിനും വിജയിക്കുക എന്നത് ഈ ഭൗതിക ലോകത്ത് ഒരാളുടെയും ജീവിതത്തിൽ കാണില്ല. എല്ലാ രംഗത്തും പരാജയപ്പെടുക എന്നതും ഉണ്ടാകില്ല. വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ വിജയം നമുക്കൊക്കെ ഇഷ്ടമാണ്. മനുഷ്യന്റെ പ്രകൃതിപരമായി വിജയം കൊതിക്കുന്നതാണ്. പരാജയപ്പെടാൻ ആർക്കും ഇഷ്ടമല്ല. എന്നാൽ ഇടക്ക് സൂചിപ്പിക്കട്ടെ, നമ്മുടെ മക്കളെയൊക്കെ പരാജയപ്പെടാൻ നാം പഠിപ്പിക്കണം. പരാജയപ്പെടാനുള്ള ധൈര്യം, അതാണ് മുന്നേറാനുള്ള ഊർജം. പരാജയപ്പെടാൻ നമ്മുടെ തലമുറകൾക്ക് ധൈര്യം കുറയുന്നു എന്നതാണ് ഇന്ന് പലപ്പോഴും പരീക്ഷകളുടെ റിസൾട്ടുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ മാർക്കുകളും മറ്റ് വിജയ മാനദണ്ഡങ്ങളും വരുമ്പോൾ പരാജയപ്പെടുന്ന സമയത്ത് പല മക്കളും ആത്മഹത്യ ചെയ്യാനൊക്കെ പ്രേരകമായി വരുന്നത്. പരാജയപ്പെടാനുള്ള ധൈര്യമില്ല. പരാജയപ്പെടാൻ ധൈര്യം എത്ര കണ്ടുകൂടുന്നുവോ അത്ര കണ്ട് ആ വ്യക്തിക്ക് ഉന്നതിയിലെത്താൻ കഴിയുമെന്നതാണ് മനഃശാസ്ത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, പരാജയം മനുഷ്യൻ ഇഷ്ടപ്പെടാത്തതാണ്. എന്നാൽ വിജയമോ മനുഷ്യരെല്ലാവരും കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമാണ്. അല്ലാഹു നമ്മുടെ പരീക്ഷാ ടൈമാണ്. നമ്മുടെ പരീക്ഷ എഴുതുന്ന മക്കൾക്കൊക്കെയും അല്ലാഹു ഉന്നത മാർക്കോടെ നല്ല വിജയം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വിജയവും പരാജയവും മാറി മാറി വരും. പല പരാജയങ്ങളും നമുക്ക് അത് പരാജയം സംഭവിച്ചാൽ തന്നെ വീണ്ടെടുക്കാൻ അവസരങ്ങളുണ്ട്. SSLC തോറ്റ കുട്ടിക്ക് അത് എഴുതിയെടുക്കാൻ, ആ തോറ്റ വിഷയങ്ങളിൽ ജയിച്ച് കയറി വരാനുള്ള അവസരമുണ്ട്. +2 തോറ്റ കുട്ടിക്ക്, ആ കുട്ടിക്ക് വിജയിച്ച് കയറി വരാൻ അവസരങ്ങൾ അവന്റെ മുന്നിൽ തന്നെയുണ്ട്. ഇങ്ങനെ തുടങ്ങി പരാജയപ്പെട്ടാൽ വീണ്ടും വിജയത്തിലേക്ക് മടങ്ങി വരാനുള്ള അവസരങ്ങൾ ഇന്ന് പലപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അതേ സമയത്ത് ഒരു അവസാന ഘട്ടം എനിക്കും നിങ്ങൾക്കൊക്കെയുണ്ട്. അവസാന നിമിഷം. ആ നിമിഷത്തിൽ വിജയവും പരാജയവും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വീണ്ടെടുക്കാൻ അവസരമില്ലെന്നതാണ് യാഥാർത്ഥ്യം. അവസാന നിമിഷം, നമുക്ക് ഇവിടെ നിന്ന് യാത്രയാകുന്ന അവസാന സമയം, ആ സമയത്ത് ഒരാൾ വിജയിച്ചാൽ അവൻ വിജയിക്കുകയാണ്. പരാജയപ്പെട്ടാലോ അവൻ പരാജയിയാണ്. അവന് പിന്നെ വിജയിച്ച് കയറി വരാൻ അവസരമില്ലെന്നതാണ്. അല്ലാഹു ആ സമയത്ത് വിജയിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. അത് ചെറിയൊരു കാര്യമല്ല. മറ്റുള്ള പരാജയങ്ങൾ നമുക്ക് മറികടക്കാൻ അവസരം കിട്ടുമെങ്കിൽ ആ അവസാന സമയത്തുള്ള പരാജയം ആർക്കെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ വിജയിച്ച് കയറി വരാൻ അവസരമില്ല. അതുകൊണ്ടാണ് തറാവീഹിന്റെ പരിശുദ്ധമായ റമളാൻ ശരീഫിന്റെ സുപ്രധാനമായ ഒരു ഇബാദത്താകുന്ന തറാവീഹ് നിസ്കാരത്തിന്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശ്വാസികളെ നമുക്ക് കേൾക്കുന്നതാണ്. അല്ലാഹുമ്മ ജഅൽനാ മിനസ് സുഅദാഇൽ മഖ്ബൂലിൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ വിജയികളിൽ കൊടുക്കണേ. വലാ തജഅൽനാ മിനൽ അശ്ഖിയാഇൽ മക്റൂഹീൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ പരാജിതരിൽ പെടുത്തല്ല എന്ന് റമളാനിലെ പ്രത്യേകമായ നിസ്കാരത്തിന്റെ അവസാനത്തെ പ്രാർത്ഥനാ വരികൾ അങ്ങനെയാണ് അവസാനിക്കുന്നത്. ബഹുമാനികളെ, ആ അവസാന നിമിഷത്തിലുള്ള വിജയം മുഖ്യമാണ്. അവസാന നേരത്തുള്ള പരാജയം നമുക്ക് പേടിക്കേണ്ടതാണ്. കാരണം പരാജയപ്പെട്ടാൽ പിന്നെ തിരുത്താൻ അവസരമില്ല. അല്ലാഹു ആ സമയത്തുള്ള വിജയികളിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഒക്കെ ചേർക്കുമാറാകട്ടെ. എന്നാൽ ആ സമയത്ത് പരാജയപ്പെടുന്നവരുടെ ചില ലക്ഷണങ്ങൾ വിവിധങ്ങൾ പറയുന്നുണ്ട്. അവസാന സമയം പരാജയപ്പെടുന്നവരുടെ ലക്ഷണങ്ങൾ അത് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ സമയത്ത് വിജയിക്കാൻ കഴിയുമെന്നതാണ്. അവസാന സമയത്ത് വിവിധങ്ങൾ പറയുന്നുണ്ട്. അലാമത്തു ശഖാവത്തി അർബഅത്ത്.
അലാമത്തു ശഖാവത്തി അർബഅത്തുൻ, അവസാന സമയത്തുള്ള പരാജയത്തിന്റെ അടയാളങ്ങൾ 4 എണ്ണമാണ്. 4 അടയാളമാണ് ഒരു മനുഷ്യൻ ആ അവസാന മുഹൂർത്തം പരാജയപ്പെടുമെന്നതിന്റെ അടയാളമായി നമുക്ക് പറയാൻ കഴിയുന്നത്. നിങ്ങൾ പറയാം, 1 നിസിയാനുദ്ദുനൂബിൽ മാദിയ, കഴിഞ്ഞുപോയ തെറ്റുകളെ കുറിച്ച് ചിന്തയില്ലാതിരിക്കലാണ്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ ഓർക്കുന്നില്ല, കഴിഞ്ഞുപോയ കാലത്തുള്ള തെറ്റുകൾ അവർക്ക് ഓർമ്മയില്ല. അവൻ 2 വക്തൊക്കെ വന്ന് പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുമ്പോഴേക്കും പിന്നെ അവന്റെ ചിന്ത, ഞാൻ നന്നായി, ഞാനിപ്പോ ഉഷാറാണെന്നാണ്. അവന് തന്റെ കഴിഞ്ഞ കാലം ഓർമ്മയില്ല. കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ ചെയ്ത് കുന്നുകൂട്ടിയത് അവനിക്ക് ചിന്തയില്ല, ഓർമ്മയില്ല. അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ കൽബെങ്കിൽ അവൻ പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ അടയാളം അതാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. മനുഷ്യൻ കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. ഇതിനുവേണ്ടി ആ കഴിഞ്ഞ കാലത്തെ പാപം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വലുതാകാൻ വേണ്ടിയല്ല. ഞാൻ അന്ന് ആ അത്രാം വയസ്സിൽ ആ ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ചെയ്ത തെറ്റുകൾ ഓർത്തുകൊണ്ട് ഇപ്പോഴും രസം കൊള്ളാൻ വേണ്ടിയല്ല. കഴിഞ്ഞുപോയ കാലത്തെ പാപങ്ങൾ ഓർക്കണമെന്ന് പറയുന്നത് ആ പാപങ്ങളെ കുറിച്ച് ചിന്തയുണ്ടാകുമ്പോൾ ഖേദത്തിന്റെ, താഴ്മയുടെ, വിനയത്തിന്റെ, കണ്ണുനീരിന്റെ ചിന്തകൾ അവന്റെ കൽവിൽ വിനയവും താഴ്മയും ഒക്കെ വരികയും അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴിക്കുകയും അവന് ഖേദമുണ്ടാവുകയും ഒക്കെ ചെയ്യും കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ ഓർക്കുമ്പോൾ. മഹാന്മാർ അങ്ങനെയായിരുന്നു. അവരൊക്കെ ജീവിതത്തിൽ സ്വഹാബത്തിൻ്റെതടക്കം, താബിഈങ്ങളുടേതടക്കം, പൂർവികരുടേതടക്കം ഏതെങ്കിലും ഒരു ചെറിയ തെറ്റൊന്ന് സംഭവിച്ചാൽ പിന്നെ അവരുടെ മരണം വരെ ആ തെറ്റ് ഓർത്തുകൊണ്ടിരിക്കുക, ആ തെറ്റിന് വേണ്ടി കണ്ണുനീർ ഒലിപ്പിക്കുകയാണ്. ചില സ്വഹാബത്തൊക്കെ നിസാരമായ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ മരണം വരെ സംഭവിച്ചത് കാണാം. നിബിധങ്ങൾ ആശ്വസിപ്പിച്ചിട്ടും അതൊന്നും മതിയാകാതെ ആ തെറ്റിൽ ഓർത്തോർത്ത് കരഞ്ഞ് ഹൃദയം പൊട്ടി മരിച്ചതായ സ്വഹാബത്തിനെയും പൂർവികരെയും നമുക്ക് കാണാമെങ്കിൽ കഴിഞ്ഞു പോയ കാലത്തെ തെറ്റുകൾ ഓർക്കണം. പ്രത്യേകിച്ച് ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ തൗബ ചെയ്യേണ്ട സമയമാണ്. അള്ളാഹുവോട് പാപമോചനം തരേണ്ട സമയമാണ്. അതിന് എന്ത് വേണം? അള്ളാഹ്, ഞാൻ ഇന്നതൊക്കെ ചെയ്തു പോലല്ലോ എന്ന നമ്മുടെ പഴയ കാലത്തേക്കുള്ളൊരു ചിന്ത. കഴിഞ്ഞ കാലത്ത് ഒരുപാട് നിസ്കാരം ഖളാ ആക്കി പോയല്ലോ റബ്ബേ. ഖളാ ആക്കിയ നിസ്കാരം ഖളാ വീട്ടിയത് കൊണ്ട് അവൻ ആ തെറ്റിൽ നിന്ന് മുക്തനാകില്ല. ആ ഖളാ ആക്കിയ കുറ്റം അവന്റെ ഹക്കിൽ കിടക്കും. ഖളാ ആക്കിയ കുറ്റം അത് ഖളാ വീട്ടിയാലും ഖളാ ആക്കിയ ഹറാം, ആ തെറ്റവന്റെ ഏടിലുണ്ടാകും. അത് തൗബ ചെയ്ത് മായിപ്പിക്കണം. അങ്ങനെ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് കണ്ണുനീര് വാർക്കേണ്ട പ്രത്യേകമായ മഗ്ഫിറത്തിന്റെ വത്തിൽ ബഹുമാനികളെ, ഒന്നാമത്തെ പരാജിതരുടെ ഒന്നാമത്തെ അടയാളമാകുന്ന ആ കഴിഞ്ഞ പാപങ്ങളെ മറക്കുക എന്നത് നാം വളരെ ഗൗരവത്തിൽ കാണണം. കഴിഞ്ഞ പാപങ്ങൾ മറക്കാൻ പാടില്ല. അത് ഓർത്തുകൊണ്ട് റബ്ബിനോട് എണ്ണി പറഞ്ഞ് കരഞ്ഞ് മാപ്പപേക്ഷിച്ച് അതൊക്കെ പൊറുപ്പിച്ചെടുക്കാൻ ഈ പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ വത്തിൽ നാം ശ്രമിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഗ്ഫിറത്തിന്റെ വത്തിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കാൻ അല്ലാഹു നമുക്ക് അവസരങ്ങൾ നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബാക്കി അടയാളങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.